നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമവും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്നു. വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടെന്ന് കോടതി. ദേവസ്വം ബോർഡ് മറുപടി നൽകണം. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. അയ്യപ്പ സംഗമവും SIT അന്വേഷിച്ചേക്കും. ദേവസ്വം ബോർഡ് 3,40,00,000 രൂപ ചെലവാക്കിയെന്ന് സൂചന. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം മിനിറ്റ്സിൽ ഇല്ലെന്നും കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസു ജയിലിന് പുറത്തേക്ക്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ നടപടി സുപ്രീംകോടതി നീട്ടി. 18-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ില്ലെന്നും ശബരിമലയിലെ കൊടിമരത്തിൽ നിന്ന് അടക്കം മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്താക്കുറിപ്പ് കണ്ടുവെന്നും കോടതി. ഔദ്യോഗിക ചടങ്ങുകളിൽ ഇനി വന്ദേമാതരം നിർബന്ധം. പുതിയ മാർഗരേഖ പുറത്തിറക്കിയ ആഭ്യന്തര മന്ത്രാലയം. സർക്കാർ ചടങ്ങുകളിലും രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിക്കണം. സിനിമാ തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട. ലോക്സഭയിൽ ബഹളം തുടർന്ന് പ്രതിപക്ഷം. സഭ വിട്ടിറങ്ങി. നരാവനെ പുസ്തക വിവാദത്തിൽ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസ് അയച്ചു ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്ക് ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരളം പൂർണ്ണമായി സ്തംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ. OTT പ്രമോഷനുമായി സഹകരിക്കാത്ത നടൻ ബിജു മേനോനെതിരെ നിലപാട് ഘടിപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 15 ലക്ഷം രൂപ ബിജു മേനോൻ നിർമ്മാതാവ് അനൂപ് കണ്ണന് നൽകണം. ഇടപെടൽ ആവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകി. ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന് തിരിച്ചടിയാവുകയാണ്. അയ്യപ്പ സംഗമം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി. വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടാണുള്ളത്. 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമം വലിയ ചിലവുണ്ടായിട്ടുണ്ട്. ഒപ്പം ദേവസ്വം മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുകയാണ്. വിവരങ്ങൾ. ദേവസ്വം ബോർഡിലെ പണം മുടക്കി അയ്യപ്പന് പ്രചാരം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ഇന്ത്യ മുഴുവനുമുള്ള ഭക്തരെല്ലാം അയ്യപ്പ വിശ്വാസവും അയ്യപ്പനെ കാണാൻ അവിടെ അത്രയും തിരക്ക് ശബരിമലയിൽ വരുന്നതുമാണ്. പിന്നെ അയ്യപ്പ സംഗമം നടത്തി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ സ്പോൺസർഷിപ്പിലൂടെയാണ് അയ്യപ്പ സംഗമം നടത്താനുള്ള സമാഹരിക്കുന്നത്. ദേവസ്വം ബോർഡിന് 1 രൂപ പോലും ചെലവാക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അന്ന് ദേവസ്വം ബോർഡ് സർക്കാരും അയ്യപ്പ സംഗമമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ഹൈക്കോടതി കണക്ക് ചോദിക്കുമ്പോഴൊക്കെ പലതവണ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കണക്ക് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറില്ലായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ വരവ് ചെലവ് കണക്കുകൾ തമ്മിലുള്ള വലിയ പൊരുത്തക്കേടുകൾ ഹൈക്കോടതി പ്രാഥമികമായി തന്നെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത്രയും രൂപ ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് ചെലവാക്കി? ഏതാണ്ട് 3 കോടി രൂപയുടെ അടുത്ത് ദേവസ്വം ബോർഡ് നഷ്ടമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ദിവസത്തിനകം ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം, വിശദീകരണം നൽകണം. ഇത് ഒരു വലിയ ചിലവ് അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കൊള്ളയിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ അയ്യപ്പ സംഗമവും സർക്കാരിനെതിരെ തിരിഞ്ഞു വന്നത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വലിയ വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടാണ് ഉള്ളത്. ദേവസ്വം ബോർഡ് ധാരാളം പണം ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി കോടതി എന്താണ് ഇതിൽ പറയുക എന്നാണ് അറിയേണ്ടത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതി എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം നൽകി. ഉപാധികളോടെയാണ് ജാമ്യം. SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം ആണ് ഇത് പഴുതാക്കിയാണ് കേസിലെ പ്രതിയായ എൻ വാസുവും ജാമ്യം നേടുന്നത്. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ വാസു കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ്. അതേസമയം കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. സുധീഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സുധീഷ്, സ്വാഭാവിക ജാമ്യം ലഭിച്ച് എൻ വാസു കൂടി പുറത്തേക്ക് പോവുകയാണ്. നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് കൊണ്ടൊന്നും ഈ കേസ് അവസാനിക്കില്ല എന്ന് കോടതി പറഞ്ഞിരുന്നെങ്കിൽ പോലും എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തുടങ്ങിയത് മുതൽ തന്നെ ചില നിർണായക അറസ്റ്റുകളിലൂടെയും മറ്റുമൊക്കെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഈ അന്വേഷണം മന്ദഗതിയിലായതും ഏറെ വിമർശനങ്ങൾക്ക് വഴിതെറ്റിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം ഇപ്പോൾ ഇതാ ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുമ്പോൾ, അത് മുഖ്യ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങുമ്പോൾ വീണ്ടും ഈ SIT പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കോടതി ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, ഹൈക്കോടതി ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്വേഷണം നേരായ ഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രശംസയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റി ഉൾപ്പെടെ ഇപ്പോൾ 5 പേരാണ്. ഇന്ന് എൻ വാസു, മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമാണ് അദ്ദേഹം. എൻ വാസു ഈ കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ്. എൻ വാസു കൂടി ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച്, അതായത് കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതുമൂലം ലഭിക്കുന്ന കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി ലഭിക്കുന്ന ജാമ്യം, അത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങുന്ന പ്രതികളുടെ എണ്ണം ഇപ്പോൾ 5 പേർ ആയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ പ്രതികൾ ഓരോരുത്തരും പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ഇനി എന്ത് അന്വേഷണ പുരോഗതി എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ എൻ വാസു പുറത്തേക്കിറങ്ങുമ്പോൾ കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് അദ്ദേഹം. ഈ കേസിൽ ഇന്ന് തന്നെ എൻ വാസു ജയിലിന് പുറത്തേക്ക് എത്തും. ഒപ്പം തന്നെ ഈ കേസിൽ ഉപാധികളോടുകൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതി വാസുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ 2 പേരുടെ ആൾജാമ്യം വേണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. സംസ്ഥാനം വിട്ടുപോകരുത്. ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. ഇത്തരത്തിൽ കർശന ഉപാധികളാണ് എൻ വാസുവിന് ജാമ്യ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിരിക്കുന്ന ഉപാധികൾ. ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി അത് 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. ഏതായാലും KS ബൈജുവിൻ്റെ കാര്യത്തിൽ നാളെ KS ബൈജുവിൻ്റെ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജി നാളെ അതിൽ വിധി പറയും കൊല്ലം വിജിലൻസ് കോടതി. ഏതായാലും ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചാണെങ്കിൽ കട്ടളപ്പാളി കേസിൽ KS ബൈജുവിന് നാളെ സ്വാഭാവിക ജാമ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും ലഭിക്കും. പക്ഷേ ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ തുടരുന്നതിനാൽ KS ബൈജുവിന് ആ കേസിൽ കൂടി ജാമ്യ ഹർജി പരിഗണിച്ച് വാദം പൂർത്തിയായി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഏതായാലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ പ്രതികളും ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ശരി, സുധീഷ് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടി. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയ സുപ്രീം കോടതി ഫെബ്രുവരി 18-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജയശ്രീയുടെ ഹർജി പരിഗണിച്ചത്. അതേസമയം കേസിൽ ജയശ്രീയുടെ പങ്ക് വ്യക്തമാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നു. ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും ജയശ്രീയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ SIT ആവശ്യപ്പെട്ടു. അതിനിടെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് പരിഗണിക്കവേ ബെഞ്ചിലെ മറ്റൊരു അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ ചില പരാമർശങ്ങൾ നടത്തി. ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നടക്കം മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്താക്കുറിപ്പ് കണ്ടുവെന്ന് പറഞ്ഞ ജസ്റ്റിസ് ജയശ്രീയുടെ ഗുരുതരമായ അസുഖത്തിന് എയിംസിൽ ചികിത്സ ഒരുക്കാമെന്നും കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് ആരായുകയും ചെയ്തു. പിന്നീട് ജഡ്ജിമാർ തമ്മിൽ കൂടിയാലോചന നടത്തിയാണ് അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയത്.
ജയശ്രീ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് തിരുത്തിയെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചെമ്പുപാളികൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതാണെന്നറിഞ്ഞിട്ടും ചെമ്പ് പൂശിയതാണെന്ന് ജയശ്രീ രേഖപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസിൽ ഫയലുകൾ ആവശ്യപ്പെടാൻ വിജിലൻസ്. ഇത് സംബന്ധിച്ച് SITക്ക് കത്ത് നൽകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈ ഫയലുകൾ SIT കസ്റ്റഡിയിലെടുത്തിരുന്നു. 30 ദിവസത്തിനകം ത്വരിതാന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഇന്നലെ തന്നെ ഒരു SP-യുടെയും 2 DYSP-മാരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് ദേവസ്വം ബോർഡ് ഫയലുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഫയലുകൾ SITക്ക് കൈമാറിയതായാണ് മറുപടി നൽകിയത്. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണ് CPM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2019-ലും 2024-ലും പിണറായി സർക്കാർ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങളിലെ ആളുകളാണ് സ്വർണം കട്ടെടുത്തത്. 3 CPM നേതാക്കൾ ജയിലിലാണ്. ഇതൊക്കെ മറയ്ക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2019 അയ്യപ്പന്റെ സ്വർണവും ദ്വാരപാലക ശില്പവും കൊണ്ട് കോടീശ്വരന് വിറ്റ കേസിലെ പ്രതികൾ 3 പേര് ജയിലിൽ കിടക്കുകയാണ് CPM-ന്റെ നേതാക്കൾ. അത് മറക്കണ്ട. 2024 വീണ്ടും കക്കാൻ ശ്രമിച്ചു എന്ന് കോടതി തന്നെ പറഞ്ഞത്. ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായ ഒരു അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇതേ സാധനം കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതിയാണ് പറഞ്ഞത്. ഈ 2019-ലും 2024-ലും പിണറായി ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അവര് ചെയ്ത പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ആളുകളാണ്. വാസവൻ ഇപ്പൊ മന്ത്രിയും അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി. വന്ദേമാതരം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. എല്ലാ സർക്കാർ പരിപാടികളിലും വിദ്യാലയങ്ങളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി. ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ഇന്ന് രാവിലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ സർക്കാർ പരിപാടികളിലും സ്കൂൾ പ്രോഗ്രാമുകളിലും ദേശീയഗാനത്തിന് പിന്നാലെ വന്ദേമാതരം ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്മ പോലെയുള്ള പുരസ്കാരദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന മറ്റെല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം നിർബന്ധമാണ്. രാഷ്ട്രപതി വരുന്ന സമയത്തും പോകുന്ന സമയത്തും വന്ദേമാതരം ആലപിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം തിയേറ്ററുകളിൽ നിർബന്ധമില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. 1937 കോൺഗ്രസ് ഒഴിവാക്കിയ 4 പദ്യങ്ങൾ ചേർത്ത് 6 പദ്യങ്ങളും ആലപിക്കണമെന്നാണ് നിർദ്ദേശം. ദേശീയഗാനത്തിന് നിലവിലുള്ള പ്രോട്ടോകോളുകൾ ദേശീയ ഗീതത്തിനും ബാധകമാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ദേശീയഗാനത്തിന് തുല്യമായ പദവി വന്ദേമാതരത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ കോടതികളിൽ ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. 1971 ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ നിയമത്തിൽ നിലവിൽ വന്ദേമാതരത്തിന് പ്രത്യേക സംരക്ഷണം നൽകുന്നില്ല. ഇത് ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച് BJP-യും കോൺഗ്രസും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം വിവാദത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രതിഷേധങ്ങൾക്കിടയിലും ലോക്സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുന്നു. അതിലേക്ക് 2-3 बार ऐसे रेजिस्ट करता है और फिर उसको भी पता लग जाता है कि मैं गया और फिर वो वहां पे बात खत्म हो जाती है और फिर वो सरेंडर करके ऐसे टैप कर देता है. सर ये सेंटर पीस है सर मार्शल आर्ट्स का. ग्रिप से चोक और चोक से टैप. और ये आप किसी भी MMA वाले से पूछ लो, किसी भी जूडो वाले से पूछ लो, काम ग्रिप से शुरू होता है. सर ग्रिप राजनीति में होती है सर, ग्रिप बिजनेस में होती है, पॉलिटिक्स में होती है सर. जुजित्सु में ग्रिप दिखती है, दिखता है हाथ कहां है, चोक कैसे लग रहा है. सर राजनीति में नहीं दिखती. कहां किसने ग्रिप ले रखी है, चोक कहां लग रहा है, वो दिखता नहीं है सर, छुपा रहता है. तो दैट इज द स्टार्टिंग पॉइंट. सर आई वाज लुकिंग एट द इकोनॉमिक सर्वे and 2 points I found there, solid points, profound points that I liked. First point, that we are living in a world of intensifying geopolitical conflict. मतलब जो पुराना सिस्टम था, US बेस्ड सिस्टम था, डॉलर बेस्ड सिस्टम था, यूनिपोलर जो सुपर पावर था, उस सिस्टम को चैलेंज किया जा रहा है.
ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ലോക്സഭ ആരംഭിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓം ബിർള ഇന്നും സഭയിൽ എത്തിയില്ല. മറ്റു വാർത്തയിലേക്ക്. കരസേന മുൻ മേധാവി MM നരാവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചോർന്നതിൽ കൂടുതൽ നടപടികളിലേക്ക് ഡൽഹി പോലീസ് കടക്കുകയാണ്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. പെൻഗ്വിൻ റാൻഡം ഹൗസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണ അവകാശം തങ്ങൾക്കാണെന്ന് പെൻഗ്വിൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുകയാണ്. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടും 1000-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും നടക്കും. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കുന്നുണ്ട്. OTT പ്രൊമോഷനുമായി സഹകരിക്കാത്ത നടൻ ബിജു മേനോനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 15 ലക്ഷം രൂപ ബിജു മേനോൻ അനൂപ് കണ്ണന് നൽകണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് താരസംഘടന ആയ അമ്മയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. നടന്ന സംഭവം എന്ന സിനിമയുടെ OTT പ്രൊമോഷൻ പരിപാടിയിൽ നിന്ന് ബിജു മേനോൻ വിട്ടുനിന്നതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതേ തുടർന്ന് 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് അനൂപ് കണ്ണൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതി നൽകി. തുടർ നടപടിയുടെ ഭാഗമായി ബിജു മേനോന് അസോസിയേഷൻ കത്ത് നൽകി. എന്നാൽ അത്തരം വ്യവസ്ഥകൾ കരാറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ബിജു മേനോന്റെ മറുപടി. പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരാറിന്റെ ഭാഗമായി ഉണ്ടെന്നും നിർമ്മാതാവിന്റെ നഷ്ടം നികത്താൻ 15 ലക്ഷം രൂപ ബിജു മേനോൻ നൽകണമെന്നും അസോസിയേഷൻ അറിയിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫന്റെ അടുത്ത പടത്തിലെ പ്രതിഫല തുകയിൽ നിന്ന് 15 ലക്ഷം രൂപ ഈടാക്കാനാണ് നിലവിലെ തീരുമാനം. ചാനലിൽ ചെന്നോ ഇല്ലെന്നുള്ളതല്ല, പ്രൊമോഷന് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. പ്രൊമോഷന് 2 മണിക്കൂർ മാത്രമാണ് ചെലവഴിച്ചത് ഏതോ ഒരു സ്ഥലത്ത്. അല്ലാതെ അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. ഇവിടുത്തെ സീനിയർ താരങ്ങൾ മമ്മൂക്ക, മോഹൻലാലും അദ്ദേഹമൊക്കെ എല്ലാ പടത്തിനും പ്രൊമോഷന് ഒരുപാടായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്കും ബോധ്യമാണ്. ഇത്രയും കോടികൾ മുടക്കി ഒന്നാമത് സിനിമാ വ്യവസായം ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പല ആൾക്കാരും പ്രൊമോഷന് പോകുന്നില്ല, എന്തോ ഒരു മോശം പോലെയാണ്. അത് ശരിയല്ല. അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും പരാതി കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കേൾക്കും, അതിന് ശക്തമായ നടപടി ഉണ്ടാകും. പ്രൊമോഷന് പോയിരിക്കണം, പോകാതിരിക്കുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് കോമ്പൻസേഷൻ അവർ കൊടുക്കേണ്ടി വരും. വിഷയം ഗൗരവമായി കാണുന്നുവെന്നും താരസംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും രാകേഷ് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാമെങ്കിൽ എന്തുകൊണ്ട് താരങ്ങൾക്ക് പ്രൊമോഷന് പോയിക്കൂടാ എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചോദിച്ചു. ആദ്യത്തെ പടിയാണ് അമ്മയായിട്ടുള്ള മീറ്റിംഗ്. അതിനകത്ത് ഞങ്ങൾ പറയും സിനിമയിൽ അഭിനയിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ സീനിയർ എല്ലാ നടന്മാരും മിക്കവാറും എല്ലാവരും പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് സഹകരിക്കാത്തത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യരുത് എന്നുള്ളതാണ്. പടത്തിൽ അഭിനയിച്ചാൽ പ്രൊമോട്ട് ചെയ്യാത്തവരുമായിട്ട് പിന്നെ എന്തിനാണ് സഹകരിക്കുന്നത്? അവരുടെയും കൂടെ സിനിമയല്ല, അവരുടെ പേരിലല്ല സിനിമ അറിയുന്നത്. താരസംഘടന ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് നിലവിൽ അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല എന്ന് അസോസിയേഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ഷിംജിദ മുസ്തഫയ്ക്ക് ജാമ്യം. ഉപാധികളോടെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശത്തോടെ 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ഷിംജിദയ്ക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. നിലവിൽ കേസ് അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്നുണ്ട് എന്ന വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇത്ര ദൈർഘ്യമേറിയ തടവ് ആവശ്യമില്ലെന്നും ഷിംജിദയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 21 ദിവസത്തിലധികമായി ഷിംജിദ ജയിലിലാണ്. നിലവിൽ മഞ്ചേരി സബ് ജയിലിലാണ് ഷിംജിദ ഉള്ളത്. കുന്ദമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ഷിംജിദയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിൽ അഭിഭാഷക ദീപ ജോസഫിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ദീപ ജോസഫ് ഉപയോഗിച്ചതെന്നും ഒരു വനിതാ അഭിഭാഷക എന്ന നിലയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സച്ചിദാനന്ദനെ കണ്ടത് വിവാദം അവസാനിപ്പിക്കാനല്ല, പറയാനുള്ളത് കേൾക്കാനാണ് പോയതെന്ന് എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം എന്ന കോൺസെപ്റ്റാണ്. രാഷ്ട്രീയം, വോട്ടിംഗ് സംബന്ധിച്ച വിവാദത്തിന് സച്ചിദാനന്ദൻ മാഷില്ല. അത് തുടങ്ങിവെച്ചത് കാരശ്ശേരി മാഷാണ്. അദ്ദേഹം ഭരണമാറ്റം ആഗ്രഹിച്ചു. ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ള വാദമുഖമാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുള്ളൊരു വിവാദത്തിന് അദ്ദേഹം ഒരുക്കമല്ല. അദ്ദേഹം അതിന് സംഭവിച്ചിട്ടില്ല. പക്ഷേ തുടർഭരണം വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്.
അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, എം എം കാരശ്ശേരി മാഷാണ്. ഇടതുപക്ഷം നശിക്കാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളൊരു വാദഗതി അദ്ദേഹം അന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മുമ്പ് അത് എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. അത് കാരശ്ശേരി മാഷിൻ്റെ ഒരു സംഭവമല്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തെ നന്നാക്കാൻ തന്നെ, ഇടതുപക്ഷത്തെ നശിക്കാൻ. CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. ആറ്റിങ്ങലിലും വാമനപുരത്തും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. വാമനപുരത്ത് A റഹീം മത്സരിക്കാൻ സാധ്യത. DK മുരളിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കം. LDF-ന്റെ മേഖലാ ജാഥകൾ പൂർത്തിയായ ശേഷം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയം 3 മുന്നണികൾക്കും അതീവ നിർണായകമാണ്. നിലവിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ എല്ലായിടത്തും ഇടത് MLA-മാരാണുള്ളത്. നെടുമങ്ങാടും തിരുവനന്തപുരം സെൻട്രലും ഒഴികെ എല്ലാ സീറ്റുകളും CPM-ന്റേതാണ്. സെൻട്രലിൽ ആന്റണി രാജു ഒഴിഞ്ഞതിനാൽ CPM ഏറ്റെടുക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മതിയെന്ന തീരുമാനത്തിലാണ് നേതൃത്വം. ആറ്റിങ്ങലും വാമനപുരവും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചാൽ മതിയെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ആറ്റിങ്ങലിൽ OS അംബിക ഇക്കുറി കളത്തിലിറങ്ങില്ല. വാമനപുരത്ത് DK മുരളിയും മത്സരരംഗത്തുണ്ടാകില്ല. വി ജോയി വീണ്ടും വർക്കലയിൽ കളത്തിലിറങ്ങുമ്പോൾ ജില്ലാ സെക്രട്ടറി പദവി DK മുരളിക്ക് നൽകാനാണ് നീക്കം. അങ്ങനെയെങ്കിൽ വാമനപുരത്ത് A റഹീം മത്സരിക്കാനാണ് സാധ്യത. സംസ്ഥാന നേതൃത്വം റഹീമിന്റെ പേരിനാണ് മുൻതൂക്കം നൽകുന്നത്. BJPക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള തലസ്ഥാന ജില്ലയിൽ കരുതലോടെയാണ് ഇടതുവലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിലവിൽ നേമത്ത് V ശിവൻകുട്ടിയും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും തന്നെയാണ് ജനവിധി തേടുന്നത് എന്നതും ശ്രദ്ധേയം. നേമത്ത് BJP നേരിടാൻ നിലവിൽ V ശിവൻകുട്ടിക്ക് പകരം മറ്റൊരു പേര് എത്ര കണ്ട് വിജയിക്കുമെന്നാണ് CPM ആശങ്കപ്പെടുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിൽ CPM-നുള്ളിൽ ഒരു വിഭാഗത്തിന് കടുത്ത വിയോജിപ്പാണുള്ളത്. ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ പൂർത്തിയായ ശേഷമാകും ഓരോ ജില്ലകളിലെയും പാനലുകളിൽ അന്തിമ തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിന് LDF തുടർഭരണം ഉണ്ടാകണമെന്ന് KK ശൈലജ. കവി സച്ചിദാനന്ദനെതിരെ വരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു, മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നു, അത് പാടില്ല എന്നും KK ശൈലജ പറഞ്ഞു. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. ഞങ്ങൾ അതിൽ പറയുന്നത് പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മാത്രമല്ല മൂന്നാമതും അടുത്ത പക്ഷം റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം പാലായിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന റോഷിക്ക് ആ ചോരത്തുളപ്പ് ഇപ്പോഴും ഉണ്ടെന്നും ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ പാലായിൽ മത്സരിക്കുമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. വികസന മുന്നേറ്റ യാത്രയാണ്. നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോഴൊക്കെ പറയും. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡി സീസണിലെ ഹോം മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. 9 മത്സരങ്ങളാണ് കൊച്ചിയിൽ നടക്കുക. ഫെബ്രുവരി 22 മുതൽ മെയ് മാസം വരെയാണ് മത്സരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സ് GCDA അധികൃതരും കൊച്ചിയിൽ ഇക്കാര്യം അറിയിച്ചു. ഇതിനായി സ്റ്റേഡിയത്തിന്റെ വാടക ഇനത്തിൽ വിട്ടുവീഴ്ച നടത്തിയെന്ന് GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള പറഞ്ഞു. With the crest held high, one more ball and we touch the sky. T20 ലോകകപ്പിൽ നമീബിക്കെതിരായ നാളത്തെ മത്സരത്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ കടുത്ത പനിയും വയറുവേദനയും മൂലം ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായ അഭിഷേക് വാഖഡയിൽ നിരാശപ്പെടുത്തുകയും ചെയ്തു. അഭിഷേക് കളിച്ചില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ അന്തിമ 11-ൽ ഇടം പിടിക്കും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.